ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ഭാരതത്തിന്റെ സമാധാന ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ച് ഉക്രൈൻ. ന്യൂയോർക്ക്. ഉക്രൈൻ റഷ്യ സംഘർഷ പരിഹാരത്തിനു ഭാരതം നടത്തിയ സമാധാന ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി അറിയിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. UN ജനറൽ അസംബ്ലി ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെലൻസ്കി പ്രധാനമന്ത്രിയെ നന്ദി അറിയിച്ചത്. 3 മാസത്തിനിടെ ഇരു നേതാക്കളും തമ്മിലുള്ള മൂന്നാമത്തെ കൂടിക്കാഴ്ചയാണിത്. സംഘർഷ പരിഹാരത്തിനുള്ള ഭാരതത്തിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ച സെലൻസ്കി മോദിയുടെ നിരന്തര ശ്രമങ്ങൾക്കു നന്ദി അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന് കഴിഞ്ഞ മാസത്തെ ഉക്രൈൻ സന്ദർശന ഫലങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് മോദി എക്സിൽ കുറിച്ചു. സംഘർഷ പരിഹാരത്തിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുമുള്ള ഭാരതത്തിന്റെ പിന്തുണ ആവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി തുടർന്നു. വിയറ്റ്നാം പ്രസിഡന്റ് ടാം ലാം, അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയൻ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. അമൃതകീർത്തി പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക്. കരുനാഗപ്പള്ളി. മാതാ അമൃതാനന്ദമയി മഠം അമൃതകീർത്തി പുരസ്കാരം കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക്. സരസ്വതി ശില്പവും 1,23,456 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈദിക ദാർശനിക ആശയങ്ങളെ നൂതന ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ശൈലിയിലൂടെയും സൗന്ദര്യവത്താക്കുന്ന രചനാ പാടവത്തിനാണ് പുരസ്കാരമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ട്രസ്റ്റി തുരിയാമൃതാനന്ദപുരി പറഞ്ഞു. ആവശ്യത്തിന് സംവിധാനങ്ങളില്ലാതെ ബാലാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും അടിയന്തര ഉത്തരവുകൾക്ക് ആവശ്യമായ ടൈപ്പിസ്റ്റുകൾ പോലും ഇല്ലെന്നും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും യൂണിസെഫും സംയുക്തമായി ഡിജിറ്റൽ കാലഘട്ടത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല കൺസൾട്ടേഷനിലെ ചർച്ചകൾക്ക് മറുപടി പറയവെയാണ് കമ്മീഷന്റെ ഇല്ലായ്മകളെക്കുറിച്ചും സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും അലംഭാവത്തെക്കുറിച്ചും ചെയർപേഴ്സൺ വിശദീകരിച്ചത്. 4000-ഓളം പരാതികൾ പരിഹരിക്കണം. 700 കുട്ടികളുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പരിപാലിക്കണം. ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ആവശ്യമായ സംവിധാനങ്ങൾ കമ്മീഷനില്ല. കുട്ടികൾക്കുള്ള പദ്ധതികൾ ക്രോഡീകരിച്ചു പ്രസിദ്ധീകരിച്ച് എത്തിച്ചെങ്കിലും ഒരു പഞ്ചായത്ത് പോലും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികളുടെ അവകാശ ബോധവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മാധ്യമ അവാർഡ് ഏർപ്പെടുത്താൻ ധനവകുപ്പിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും മറുപടിയില്ല, അദ്ദേഹം പറഞ്ഞു. നിപ്പ 16 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. മലപ്പുറം. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 16 പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതുവരെ 104 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 94 പേരുടെ ക്വാറന്റൈൻ ഇന്ന് അവസാനിക്കും. പ്രാഥമിക പട്ടികയിലെ 4 പേരുടെയും സെക്കൻഡറി പട്ടികയിലെ 90 പേരുടെയും ക്വാറന്റൈനാണ് ഇന്ന് അവസാനിക്കുക. രോഗബാധിത മേഖലയിൽ ഉൾപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം പിൻവലിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. രോഗലക്ഷണങ്ങളുമായി ഒരാൾ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. 28 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത്. ഇന്ന് 2 പേർക്ക് ഉൾപ്പെടെ 281 പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകി. മലപ്പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇനി നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ ലഭിക്കില്ല. ഒക്ടോബർ 1 മുതൽ കർശനമായി നടപ്പാക്കും. മലപ്പുറം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരായ നടപടികൾ
കർശനമാക്കാൻ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ വകുപ്പും പ്ലാസ്റ്റിക് കാരി ബാഗുകൾ ഉൾപ്പെടെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലും ഒക്ടോബർ 1 മുതൽ ലഭ്യമാകില്ല. നടപടികളുമായി പൊതുജനങ്ങളും ഉപഭോക്താക്കളും വ്യാപാരി സമൂഹവും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് അഭ്യർത്ഥിച്ചു. ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിൽ പാർസൽ വിതരണത്തിനും ഒക്ടോബർ 1 മുതൽ നിരോധിത പ്ലാസ്റ്റിക് കാരി ബാഗുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെയും ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി ഉടമ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടകളിൽ വിൽക്കാനോ സൗജന്യമായി നൽകാനോ പാടില്ല. ആവശ്യക്കാർക്ക് തുണിസഞ്ചി പോലെ ബദൽ സംവിധാനങ്ങൾ വിലയ്ക്കു നൽകാം. ഹോട്ടലുകളിൽ പാർസൽ വിതരണത്തിനായി കവറുകൾക്ക് പകരം പാത്രങ്ങൾ ഉപയോഗിക്കണം. പാത്രങ്ങൾ കൊണ്ടുവരാത്തവർക്ക് ഡെപ്പോസിറ്റ് വ്യവസ്ഥയിൽ പാത്രങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കാവുന്നതാണ്. ഒക്ടോബർ 15 മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ഭക്ഷണവും മറ്റു സാധനങ്ങളും വാങ്ങാനെത്തുന്നവർ ആവശ്യമായ പാത്രങ്ങളും സഞ്ചികളും കൈവശം കരുതാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണം. കാമ്പയിനുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുടെയും യോഗവും ഇന്നലെ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും സഹകരണം തേടുകയും ചെയ്തു. സർക്കാർ ഓഫീസുകളിൽ ഹരിത പെരുമാറ്റച്ചട്ടം കർശനമാക്കും. മലപ്പുറം ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കളക്ടർ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീസ് നൽകാതിരിക്കുകയും മാലിന്യം കൈമാറാതിരിക്കുകയും ചെയ്യുന്ന ഓഫീസുകളുടെ മേധാവിമാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടി സ്വീകരിക്കണം. ഒക്ടോബർ 30 മുമ്പ് ഇ വേസ്റ്റ്, ഉപയോഗശൂന്യമായ ഫർണിച്ചർ തുടങ്ങിയവയുടെ പട്ടിക തയ്യാറാക്കണം. നവംബർ 1 മുമ്പ് അവ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ഓഫീസുകളിൽ ഭക്ഷണം പാഴ്സൽ കൊണ്ടുവരുന്ന രീതി ഉപേക്ഷിക്കണമെന്നും ഹരിത ചട്ടങ്ങൾ മാതൃകാപരമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കളക്ടർ പറഞ്ഞു. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ പി.ബി. ഷാജു, ഹരിത കേരള മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ ടി.വി.എസ്. ജിതിൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ. ആതിര, ഗ്രീൻ കേരള കമ്പനി അസിസ്റ്റന്റ് മാനേജർ പി. മുജീബ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഹിസ്ബുള്ള ഭീകരർക്കെതിരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ 558 പേർ മരിച്ചു. ബെയ്റൂട്ട്, ലെബനനിലെ ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം ഇന്നലെയും തുടർന്നു. തിങ്കളാഴ്ച മാത്രം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 558 പേർ മരിച്ചതായി ലെബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബൈദ് പറഞ്ഞു. 835 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. ഹിസ്ബുള്ള സാധാരണക്കാരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഭീകരർക്കെതിരായ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ആരോപണം. സാധാരണക്കാരുടെ വീടുകളെ ഹിസ്ബുള്ള മിസൈൽ കേന്ദ്രങ്ങളാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഗ്രാഫിക്സ് വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടു. ലെബനനിലെ ചില പ്രദേശങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ഇസ്രായേലി പ്രതിരോധ സേന IDF മേധാവി ഡാനിയൽ ഹഗാരി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. സാധാരണ ജനങ്ങളെ പരമാവധി സംരക്ഷിക്കാനായാണ് മുന്നറിയിപ്പ് നൽകിയത്. ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ വലിയ സൈനിക സാന്നിധ്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരുടെ വീടുകളുടെ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒളിപ്പിച്ച ദീർഘദൂര റോക്കറ്റുകളും ഇസ്രായേൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റെക്കോർഡ് ചെയ്ത സന്ദേശം
വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇസ്രായേൽ യുദ്ധം ജനങ്ങൾക്കെതിരെ അല്ല, ഇത് ഹിസ്ബുള്ളക്കെതിരെയാണ്. ഇത് നീണ്ടു നിൽക്കും. ഹിസ്ബുള്ള ഭീകരർ നിങ്ങളെ മനുഷ്യപരിചയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ മുന്നറിയിപ്പ് നിങ്ങൾ ഗൗരവമായിട്ടെടുക്കണം. ഹിസ്ബുള്ള ഭീകരർക്കായി നിങ്ങളുടെ ജീവൻ കളയരുത്. നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഓപ്പറേഷൻ അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചു വരാമെന്നും നെതന്യാഹു സന്ദേശത്തിൽ പറയുന്നു. ലെബനിലെ 1300 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിനിടയിൽ ബെയ്റൂട്ടിൽ നിന്നുള്ള 40 ഫ്ലൈറ്റുകൾ റദ്ദാക്കി. ഡൽഹി വിമാനത്താവളത്തിൽ എയർ ട്രെയിൻ, ചെലവ് 2000 കോടി. ന്യൂഡൽഹി വിശാലമായ വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് ബന്ധപ്പെട്ട ടെർമിനലുകളിലേക്ക് യാത്ര ചെയ്യാൻ എയർ ട്രെയിൻ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പദ്ധതിക്ക് 2000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 1, 2, 3 ടെർമിനലുകളും എയറോ സിറ്റി, കാർഗോ സിറ്റി എന്നിവയെ ബന്ധിപ്പിച്ച് 7.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള എയർ ട്രെയിനുകളാണ് ഏർപ്പെടുത്തുക. 2 ടെർമിനലുകൾ നഗരത്തിൽ നിന്ന് അകലെയാണ്. ബസ്സുകളിലാണ് യാത്രക്കാരെ ഇവിടങ്ങളിൽ എത്തിക്കുന്നത്. 2027 ഓട്ടോമാറ്റിക് പീപ്പിൾ മൂവർ പദ്ധതി പൂർത്തിയാകും. ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കരാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ എയർ ട്രെയിനാകും ഇത്. നവംബർ മാസത്തോടെ കരാർ നടപടി പൂർത്തിയാകുമെന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഈ സാമ്പത്തിക വർഷം അവസാനം കരാർ നൽകും. കായികം. ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രം കുറിച്ചവർക്ക് രാജകീയ വരവേൽപ്പ്. ചെന്നൈ. ചെസ് ഒളിമ്പ്യാഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതത്തിന് സ്വർണം നേടിത്തന്ന ഭാരത താരങ്ങൾ തിരികെ നാട്ടിലെത്തി. ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ ഭാരത താരങ്ങളായ ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ, സഹോദരി വൈശാലി നാരായണൻ എന്നിവർക്ക് വമ്പൻ സ്വീകരണമാണ് ഒരുക്കിയത്. ചരിത്രത്തിലെ ആദ്യ സ്വർണം ഇരട്ട നേട്ടമായി കണ്ടാടാൻ ഭാരത ടീമിന് സാധിച്ചു. ഞായറാഴ്ച നടന്ന നിർണായക മത്സരത്തോടെ പുരുഷ ടീമും പിന്നാലെ വനിതാ ടീമും സ്വർണം നേടി. ചൈനയ്ക്ക് ശേഷം ആദ്യമായാണ് ടൂർണമെന്റിൽ ഒരേ പതിപ്പിൽ തന്നെ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടുന്നത്. ഇതിനു മുമ്പ് ഭാരതം പുരുഷ ഇനത്തിൽ 2 തവണ വെങ്കലവും വനിതാ വിഭാഗത്തിൽ 1 തവണ വെങ്കലവും നേടിയിട്ടുണ്ട്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നിന്നും വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് ഇന്നലെ വെളുപ്പിനോടെ ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഗുഗേഷ്, പ്രജ്ഞാനന്ദ, വൈശാലി, ടീം നായകൻ ശ്രീനാഥ് നാരായണൻ എന്നിവരെ ഉത്സവ പ്രതീതി നാട് വരവേറ്റത്. ഗുഗേഷാണ് ഇക്കുറി ഭാരത നിരയിൽ വലിയ പ്രഭാവം ഉണ്ടാക്കിയത്. 18കാരനായ ഗുഗേഷ് ചൈനയുടെ ഡിങ് ലിറേനുമായി നവംബറിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ കൊമ്പു കോർക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലിൽ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ നേടിയ വിജയത്തോടെയാണ് ഗുഗേഷ് വിവരമറിയിച്ചത്. 2 ഇനങ്ങളിലും സ്വർണം നേടാനായത് വലിയ പ്രത്യേകതയാകുന്നു എന്നായിരുന്നു ചെന്നൈയിലെത്തിയ ഗുഗേഷിന്റെ ആദ്യ പ്രതികരണം. പ്രജ്ഞാനന്ദയും സഹോദരി വൈശാലിയും ആണ് ആദ്യം എത്തിയത്. ചെസ് ഒളിമ്പ്യാഡിൽ ആദ്യമായി സ്വർണം നേടാനായതിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രജ്ഞാനന്ദ ഇത് അഭിമാനകരമായ മുഹൂർത്തമാണെന്നും പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെങ്കല മെഡലുമായി തൃപ്തിപ്പെടേണ്ടി വന്നതിന്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് വൈശാലി സംസാരിച്ചത്. അത് വളരെ വേദന നിറഞ്ഞ സമയങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വിഭാഗങ്ങളിലും സ്വർണം നേടി ചരിത്രം കുറിക്കാനായതിന്റെ ആഹ്ലാദം ചെറുതല്ലെന്ന് താരം പറഞ്ഞു. നമുക്ക് ലോകത്തെ ഏത് വമ്പന്മാരെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ള പുതുതലമുറയാണ് നമുക്കിന്നുള്ളതെന്നായിരുന്നു ഭാരത ക്യാപ്റ്റൻ ശ്രീനാഥ് നാരായണന്റെ പ്രതികരണം. ഗുഗേഷ് ബംഗ്ലാദേശാണ് ഇക്കുറി വനിതാ 2020 ലോകകപ്പിന്റെ ആതിഥേയരായി നിശ്ചയിച്ചിരുന്നത്. അടുത്തിടെ അവിടെ ഉടലെടുത്ത ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും മുൻനിർത്തി വേദി ദുബായിലേക്ക് മാറ്റുകയായിരുന്നു. ഇതുവരെ 8 ലോകകപ്പുകളാണ് നടന്നത്. അതിൽ 6 നേടിയത് ഓസ്ട്രേലിയ ആണ്. 2009 ഇംഗ്ലണ്ട് ആതിഥേയരായ പ്രഥമ ലോകകപ്പിൽ ആതിഥേയർ തന്നെ കിരീട ജേതാക്കളായി. തൊട്ടടുത്ത തവണ വെസ്റ്റ് ഇൻഡീസിൽ കളി നടന്നപ്പോൾ ഓസ്ട്രേലിയ ജൈത്രയാത്ര തുടങ്ങി. പിന്നീട് 3 തവണ തുടർച്ചയായി ഓസ്ട്രേലിയ കപ്പുയർത്തി. 2016 ഫൈനലിൽ ആതിഥേയരായ ഭാരതത്തെ തോൽപ്പിച്ച് വിൻഡീസ് വനിതകൾ
ആദ്യ ലോക കിരീടം കയ്യിലേന്തി. പിന്നീട് ഇതുവരെ നടന്ന 3 പതിപ്പുകളിൽ കൂടി മുത്തമിട്ടുകൊണ്ട് ഓസ്ട്രേലിയ ഒന്നാമത് നിൽക്കുകയാണ്. ഇത്തവണ ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിലാണ് ആദ്യ മത്സരം. ഭാരതത്തിന്റെ ആദ്യ കളി ഒക്ടോബർ 4-ന് ന്യൂസിലാൻഡിനെതിരെയാണ്. ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ, ശ്രീലങ്ക, ന്യൂസിലൻഡ് എന്നിവയാണ് ഭാരതത്തിനൊപ്പമുള്ള മറ്റു ടീമുകൾ. ദക്ഷിണാഫ്രിക്ക